കർത്താവിൻ്റെ അതിപരിശുദ്ധ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ദിവസം കൂടെ കർത്താവ് നമുക്ക് തന്നതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് പാറശാലയിൽ നിന്നും റോസ്ലെറ്റ് ആണ്. സിസ്റ്റർ നമ്മളോട് പ്രാർത്ഥിക്കാനായി പറഞ്ഞിരിക്കുന്നത് സിസ്റ്ററിനും ഹസ്ബൻഡിനും ആരോഗ്യത്തോടെ ആയിരിക്കണം, അതുപോലെ തന്നെ മകളുടെ ജോലി മേഖല അനുഗ്രഹിക്കപ്പെടണം, മരുമകൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ജോലി ലഭിക്കണം, കൊച്ചുമകൻ്റെ ഭയം മാറിപ്പോണം, വിൽക്കുവാൻ ആഗ്രഹിക്കുന്ന വസ്തു നല്ല വിലയ്ക്ക് വിൽക്കണം. നമുക്കൊരു നിമിഷം ഈ കുടുംബത്തിനായി പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സിസ്റ്ററേയും ഹസ്ബൻഡിനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, അവരുടെ ശാരീരികമായ എല്ലാ പ്രയാസങ്ങളും ഈ സമയം തന്നെ മാറിപ്പോട്ടെ അപ്പ. ഇപ്പോൾ തന്നെ സൗഖ്യമാവട്ടെ കർത്താവെ. അവിടുത്തെ ശക്തി അവരുടെ മേൽ ചലിക്കട്ടെ അപ്പ. യേശുവേ, അവിടുത്തെ കൃപ അവരുടെ മേൽ ചലിക്കട്ടെ കർത്താവെ. മക്കളെയും മരുമക്കളെയും ഒക്കെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അനുഗ്രഹിച്ചാട്ടെ. മകളുടെ ജോലി മേഖലകൾ അനുഗ്രഹത്തോടെ ആയിരിക്കട്ടെ അപ്പ. കർത്താവെ, മരുമകൾക്ക് അനുഗ്രഹിക്കപ്പെട്ടൊരു ജോലി ലഭിക്കട്ടെ അപ്പ. കർത്താവെ, കൊച്ചുമകൻ്റെ ഭയം മാറിപ്പോട്ടെ അപ്പ. ദൈവസ്നേഹത്താൽ ആ കുഞ്ഞ് നിറയട്ടെ അപ്പ. യേശുവേ, അവിടുത്തെ പ്രൊട്ടക്ഷൻ ആ കുഞ്ഞ് അനുഭവിക്കട്ടെ അപ്പ. കർത്താവെ, ഇവർ വിൽക്കുവാൻ ആഗ്രഹിക്കുന്ന വസ്തു വിൽക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി അതിന്മേലുണ്ടാവട്ടെ. ആയിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും കർത്താവെ, അവിടുത്തെ കരുതൽ അനുഭവിക്കട്ടെ അപ്പ. പ്രാർത്ഥന കേൾക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത ഈ കുടുംബത്തോടുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് നമ്മളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. നമ്മൾ ഇന്ന് കേൾക്കാനായി പോകുന്നത് അനുഗ്രഹിക്കപ്പെട്ട ഒരു മെസ്സേജാണ്. നമ്മളുടെ പരിശ്രമം കൊണ്ട് നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനോ കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുവാനോ കഴിയുകയില്ല. നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും കർത്താവാണ് നമുക്ക് നൽകി തരുന്നത്. അതുകൊണ്ട് നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും എന്താണെന്ന് നാം മനസ്സിലാക്കുക. കർത്താവിൻ്റെ കൃപയിൽ നമുക്ക് ഓരോരുത്തർക്കും ആശ്രയിക്കാം. മെസ്സേജിലേക്ക് പോകാം. വിളിയും ദൈവശക്തിയും തമ്മിൽ ആഴമേറിയ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കണം. വിളി ഏതാണെന്നറിയാത്തൊരു മനുഷ്യനാണ് നിങ്ങളെങ്കിൽ അവൻ്റെ ശക്തിയും അനുഭവിക്കാൻ കഴിയത്തില്ല. നിങ്ങളുടെ വിളി അറിയത്തില്ലെങ്കിൽ നിങ്ങൾ മറ്റൊരാൾക്ക് ഭാരമായിരിക്കും. അല്ല, നിങ്ങൾക്ക് നിങ്ങൾ ഭാരമായിരിക്കും. അല്ല, നിങ്ങളുടെ വിളി നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങിയാൽ ആ നിമിഷം മുതൽ അവനിൽ അളവറ്റ ശക്തിയുടെ നിറവ്യാപരിക്കാൻ തുടങ്ങും. സോളി എന്നെ കേൾക്കുന്നുവോ? എൻ്റെ വിളി തിരിച്ചറിയണം. എൻ്റെ വിളി തിരിച്ചറിയണം. ഒന്നാമത്, ആ വിളിയുടെ പൂർത്തീകരണത്തിലേക്ക് എനിക്ക് നയിക്കാൻ കഴിയപ്പെടുകയില്ല. പക്ഷേ എന്നിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവാണ് ആ വിളിയിലേക്ക് എന്നെ ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ കൈകളൊന്ന് അടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. അപ്പോൾ ഒന്നാമത്, ആ വിളിയുടെ ഏറ്റവും വലിയ പരമപ്രധാനം പൗലോസ് എഫേസ്യ ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ പറഞ്ഞത്, നിങ്ങളെ ലോകസ്ഥാപനത്തിന് മുമ്പേ വിശുദ്ധരും നിഷ്കളങ്കരുമാകുവാൻ ഞാൻ ദൈവം തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ വിളിയുടെ ഏറ്റവും പ്രധാനമായ വാചകം എന്ന് പറയുന്നത് വിശുദ്ധനാണ്, നിഷ്കളങ്കനാണ്. ദൈവം എന്നെ തെരഞ്ഞെടുത്ത് എന്തിനു വേണ്ടിയോ? വിശുദ്ധനും നിഷ്കളങ്കനുമാകാൻ വേണ്ടിയോ. അതുകൊണ്ട് പത്രോസ് പറഞ്ഞത്, അവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. പൗലോ അല്ലെങ്കിൽ എബ്രായ ലേഖകൻ 12-ാം അധ്യായത്തിൽ പറഞ്ഞു, വിശുദ്ധിയെ കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ കഴിയത്തില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നു, എങ്ങനെയെങ്കിലും വിശുദ്ധനാകണം, ഞാൻ പരിശ്രമിക്കും വിശുദ്ധനാകാൻ, ഞാൻ നന്നാകും വിശുദ്ധനാകാൻ. അവിടെ ആ കർത്താവ് പറയുന്നത്, ജീവന് വേണ്ടത്, ഭക്തിക്ക് വേണ്ടത്, വിശുദ്ധിക്ക് വേണ്ടത് അവന്റെ ശക്തിയാണ് പകരുന്നത്. എങ്ങനെയെങ്കിലും നിനക്ക് വിശുദ്ധനാകാൻ പറ്റത്തില്ല. നിന്റെ പരിശ്രമം കൊണ്ട് നിനക്ക് വിശുദ്ധനാകാൻ പറ്റത്തില്ല. അവന്റെ ശക്തി നിന്നെ മേൽ വന്നത് നിന്നെ വിശുദ്ധിയിൽ വളർത്താനാണ്. എനിക്ക് തോന്നുന്നത് ക്രിസ്തീയ ഗോളത്തിൽ ഇത് തലയിൽ അറിയാൻ ഒത്തിരി പേരുണ്ട്. ദൈവമാണ് എന്നെ വിശുദ്ധനാക്കുന്നത്. പക്ഷേ എനിക്ക് മനസ്സിലായത്, അത് യാഥാർത്ഥ്യത്തിൽ ഗ്രഹിച്ചിട്ട് തന്നോടൊപ്പം നടക്കുന്ന ആളുകൾ കുറവാണ്. അശുദ്ധിയുടെ മണ്ഡലത്തിൽ ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ തോറ്റവരാണോ? എന്നെ ശ്രദ്ധിക്കൂ. ആ കരങ്ങളൊന്ന് ഉയർത്തിയിട്ട് പറ, പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ശക്തിയെ കൂടാതെ വിശുദ്ധനും നിഷ്കളങ്കനുമാകുവാൻ എനിക്ക് കഴിയത്തില്ല. എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത് വിശുദ്ധനാകാനാണ്. പക്ഷെ ആ
വിശുദ്ധിയിലേക്ക് എന്നെ ആ വിശുദ്ധിയുടെ പൂർത്തീകരണത്തിലേക്ക് ഓരോ ദിവസവും വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്കേണ്ടതിന് പരിശുദ്ധാത്മാവേ അങ്ങയുടെ ശക്തിയെ കൂടാതെ കഴിയുകയില്ല. ഹല്ലേലൂയ. പൗലോസ് വിശുദ്ധീകരണം കൂടാതെ ദൈവത്തെ ആർക്കും കാണാൻ കഴിയില്ലെന്ന് എബ്രായ ലേഖകനിൽ എബ്രായർക്ക് എഴുതുമ്പോൾ പറഞ്ഞപ്പോൾ അതിന് തൊട്ട് മുമ്പിൽ പറയുക, നിങ്ങൾ പരസ്പരം വഴക്കുകൂടിയാൽ, പരസ്പരം വഴക്കുണ്ടാക്കിയാൽ, ആ വഴക്കുണ്ടാക്കിയിട്ട് നിങ്ങൾ സ്വയം തകർന്നു പോകുവാൻ ഇടയാകരുത്. പറഞ്ഞാട്ടെ, എനിക്ക് എൻ്റെ സഹോദരനോട് ക്ഷമിക്കണമെങ്കിൽ പോലും അവൻ്റെ ശക്തി കൂടാതെ പറ്റത്തില്ല. നമ്മൾ വിചാരിക്കുക എനിക്ക് അതിനെല്ലാം കഴിയും, പക്ഷെ നമ്മുടെ മനസ്സ് സമ്മതിക്കത്തില്ല. നമ്മുടെ ബുദ്ധി പറയും. പോലീസുകാരനെ കാണുമ്പോൾ കള്ളൻ അല്ലെങ്കിൽ മദ്യപിച്ച് നിൽക്കുന്നവന് ബോധം വരുന്നത് പോലെ സഭയിൽ വരുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും ബോധം വരും. പക്ഷെ സഭയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അത് തൻ്റെ ലൈഫിൽ നിറവേറണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൂടിയേ പറ്റത്തുള്ളൂ. ഒരു വാചകം കൂടെ വായിക്കാം, പത്രോസിന്റെ ലേഖനത്തിലേക്ക് വരാം. 1 പത്രോസ് അതിന് 1 അധ്യായം എടുക്കാം, 4 വാക്യം എടുക്കാം. അന്ത്യകാലത്ത് വെളിപ്പെടാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയാൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും. അപ്പൊ രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ ദൈവശക്തിയാണ് രക്ഷയ്ക്കായിട്ട് സൂക്ഷിക്കുന്നത്. നിങ്ങൾക്കിത് മനസ്സിലാകുന്നതെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ മേൽ വ്യാപരിച്ച ദൈവശക്തിയാണ് രക്ഷിക്കപ്പെട്ട എന്നെ സൂക്ഷിക്കുവാനിടയാക്കുന്നത്. അന്ത്യകാലത്ത് വെളിപ്പെടാനുള്ളതും അടുത്ത ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനുമായി എന്നെ നിലനിർത്തുന്നത് എൻ്റെ മേൽ വ്യാപരിച്ചിരിക്കുന്ന ദൈവശക്തിയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരു വാചകം കൂടെ വായിക്കാം, ഒരു വാചകം കൂടെ. നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓടിപ്പോകുകയാണ്. രക്ഷയ്ക്ക് എന്നെ വിശ്വാസത്താൽ ദൈവശക്തിയാൽ കാക്കുന്ന. അപ്പൊ വിശ്വസിക്കുന്ന എൻ്റെ മേൽ ദൈവശക്തി വ്യാപരിക്കുകയും രക്ഷയിൽ നിലനിൽക്കുവാൻ, വിശുദ്ധിയിൽ നിലനിൽക്കുവാൻ, ദൈവകൃപയിൽ നിലനിൽക്കുവാൻ അതെന്നെ സഹായിക്കുകയും ചെയ്യുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒന്ന് എൻ്റെ കൂടെ കരമുയർത്തി പറയാവോ? പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൂടാതെ എനിക്ക് വിശുദ്ധ ജീവിതം നയിക്കാൻ കഴിയുകയില്ല. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ എനിക്ക് വിശുദ്ധനായിരിക്കാൻ കഴിയും. എൻ്റെ വിശുദ്ധിയുടെ രഹസ്യം എൻ്റെ കഴിവല്ല, അറിവല്ല, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. ഹല്ലേലൂയ. ഞാൻ ചില ബലഹീനരായ ശുശ്രൂഷകരെയും ബലഹീനരായ വിശ്വാസിയെയും കാണുമ്പോൾ അവരെ നോക്കിയിട്ട് കുറ്റം പറയാൻ എനിക്ക് തോന്നാറില്ല. അതിൻ്റെ കാരണം ഞാൻ പറയാം. അവർ നിൽക്കേണ്ടതിന് പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം വേണം. ഞാൻ അങ്ങനെയുള്ള ആളുകളെ കണ്ടാൽ അവരെ അടുക്കൽ നിർത്തി അവരെ കുറെ കൂടെ സ്നേഹിക്കുകയും പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി ചെയ്തത് ഞാൻ അവരോട് ഷെയർ ചെയ്യുകയും ചെയ്യും. അവർക്ക് പോലും മനസ്സിലാകത്തില്ല ഒരു പക്ഷേ ഞാൻ അവരോട് എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന്. പക്ഷെ എനിക്കറിയാം അവർ വീക്കായിരിക്കുകയാണ്, അവർക്ക് ചിലതിൽ നിലനിൽക്കാൻ കഴിയുന്നില്ല. പക്ഷെ ഞാൻ എൻ്റെ അനുഭവങ്ങൾ അവരോട് പറയും. അവരുടെ അകത്ത് കണ്ണുകൾ പ്രകാശിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വീക്ക്നെസ്സിനെ മറികടക്കണമെങ്കിൽ ദൈവശക്തിയെ ആവശ്യമാണ്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അത് ഒരു വാക്യം കൂടെ വായിക്കാം. റോമർക്കെഴുതിയ ലേഖനം എടുക്കാം, അതിന് 1 അധ്യായം എടുക്കാം, 16 വാക്യം വായിക്കാം. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായുള്ള ദൈവശക്തി അത്രേ. നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി സുവിശേഷം. ഇതൊരു വലിയ കാര്യമാണ്. സുവിശേഷം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവാണ് അവൻ്റെ ശക്തിയാൽ എന്നെ ആ രക്ഷയിലേക്ക് വഴി നടത്തുന്നത്. ഹല്ലേലൂയ. സുവിശേഷം കേട്ടപ്പോൾ അതിനോടൊപ്പം എന്നിൽ വ്യാപരിച്ച ആത്മാവാണ് എൻ്റെ ലൈഫിനെ മുഴുവൻ രക്ഷയ്ക്കായി സൂക്ഷിച്ചത്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാവൂ. അവസാനിപ്പിക്കാം ആ ചിന്തയിൽ നിന്ന്. ഒരു വാചകം, 2 വാചകം കൂടെ വായിച്ചിട്ട് അവസാനിപ്പിക്കാം. 1 കൊരിന്ത്യരിലേക്ക് വരാം. അതിൻ്റെ 1 അധ്യായം എടുക്കാം, 18 വാക്യം വായിക്കാം. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഞാൻ ആദ്യത്തെ ചിന്ത അവസാനിപ്പിക്കട്ടെ. ആദ്യത്തെ വാക്കുകൾ പറയാം. 1, എൻ്റെ വിശുദ്ധ ജീവിതം സാധ്യമാകുന്നത് ദൈവശക്തിയാലാണ്. ഹല്ലേലൂയ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കൈകളൊന്ന് അടിച്ചോട്ട് പറഞ്ഞ്, എന്റെ വിശുദ്ധ ജീവിതം സാധ്യമാകുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. ഒന്നും കൂടെ പറയാം, എന്റെ വിശുദ്ധ ജീവിതം സാധ്യമാകുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ്. ഹല്ലേലൂയ. എൻ്റെ കൂടെ ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റ് നിന്ന്, എല്ലാവരും എഴുന്നേറ്റ് നിന്ന് എന്നോട് കൂടെ പറഞ്ഞ് രണ്ടാമത്തെ ചിന്തയിലേക്ക് ഞാൻ വരുന്നതിനേക്കാൾ മുമ്പ് ഒന്ന്, പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ വരും. നിങ്ങൾ അപ്പോസ്തലന്മാരെ ശ്രദ്ധിച്ചേ, അവരാരും വിശുദ്ധിയോട് പോരാടുന്ന അല്ലെങ്കിൽ അശുദ്ധിയോട് പോരാടിയവരായിരുന്നില്ല. അവരുടെ പ്രസംഗങ്ങളിൽ എവിടെയും നിങ്ങളുടെ നിങ്ങൾ അശുദ്ധിയെ ജയിക്കാനായി പരിശ്രമിക്കണമെന്ന് പറയുന്ന ഒരു വാചകവും ഞാൻ വായിച്ചില്ല വേദപുസ്തകത്തിൽ. പകരം അശുദ്ധിയെ ജയിച്ച് ജീവിക്കുന്നവരായിരുന്നു. അവർ വിശുദ്ധരായിരുന്നു, അവർ വിശുദ്ധിയിൽ നിലനിന്നവരായിരുന്നു. അതിൻ്റെ കാരണം ഇന്ന് എനിക്കൊരു കാര്യം അറിയാം. അതിൻ്റെ രഹസ്യം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവരിൽ വ്യാപരിച്ചാൽ വിശുദ്ധ ജീവിതം സാധാരണ കാര്യമാകും. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമ്മൾ സാധാരണ പറയാറുള്ളൊരു വാചകമുണ്ട്, ഉറുമ്പിന് അരി ഭാരമാണ്, എന്നാൽ ആനയ്ക്കോ തടി ഭാരമാണ്. സത്യത്തിൽ ആന ചുമക്കുന്ന തടി എടുത്തിട്ട് ഉറുമ്പ് പരിശ്രമിച്ചാൽ നടക്കത്തില്ല. അതുപോലെയാണ് സാധാരണ വ്യക്തികളായ ഞാനും നിങ്ങളും ഈ പുസ്തകം പറയുന്ന വിശുദ്ധിയുടെ നിലവാരം, വിശുദ്ധിയുടെ ജീവിതം നടത്താൻ ശ്രമിച്ചാൽ ഉണ്ടാകുന്നത്. ഒരു ഉറുമ്പിനെ അതിൻ്റെ തടിയെടുക്കാൻ, ആന ചുമക്കുന്ന തടിയെടുക്കാൻ കഴിയത്തില്ല. അതിന് അരി തന്നെ ഭാരമാണ്. നമുക്ക് നമ്മുടെ വിശുദ്ധ ജീവിതം കൊണ്ട് നമുക്ക് വിശുദ്ധ ജീവിതം നയിക്കപ്പെടാൻ കഴിയണമെങ്കിൽ, ഈ ബൈബിൾ പറഞ്ഞ വിധത്തിൽ ജീവിക്കാൻ കഴിയണമെങ്കിൽ അത് പ്രയാസമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വരുമ്പോഴോ, ഹല്ലേലൂയ, എനിക്കെല്ലാം സാധ്യമാണ്. നിങ്ങൾ ഏതെങ്കിലും രാജ്യത്ത് ചെന്നിട്ട് ആ രാജ്യത്തിൽ ചെന്ന നിമിഷം മുതൽ, അല്ല, അങ്ങനെ പറയുന്നതിനേക്കാൾ നല്ലത്, നിങ്ങളുടെ വീട്ടിനകത്ത് നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഏതെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങൾ, ജഡീക താല്പര്യങ്ങൾ, പാപം ചെയ്യാനുള്ള ആഗ്രഹം, വ്യഭിചാരത്തിനുള്ള താല്പര്യം, മോഷണത്തിനുള്ള താല്പര്യം നിങ്ങൾ വരുന്നുവെങ്കിൽ നിങ്ങൾ വിചാരിക്കരുത് നിങ്ങളോട് മാത്രമുള്ള പോരാട്ടമാണതെന്ന്. നോ 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 100% അല്ല. അത് ആ ദേശത്തിൻ്റെ അധിപതി വ്യക്തികളെ സ്വാധീനിക്കുന്നതാണ്. അവർ ഓരോരുത്തരും, ആ ദേശത്തിൻ്റെ ശക്തി ആ വ്യക്തികളിൽ സ്വാധീനിക്കുന്നതാണ്. അവരിൽ ആ പാപശക്തിയുടെ സ്വാധീനം വരുന്നത്. ഞാനൊരു രാജ്യത്ത് ചെന്നപ്പോൾ ആ രാജ്യത്തിലുള്ള 14 വയസ്സിന് മുമ്പ് തന്നെ കുഞ്ഞുങ്ങൾ വ്യഭിചാരത്തിൽ ജീവിക്കുന്നു, വ്യഭിചാരത്തിൽ തുടരുന്നു. സെക്സ് ടൂറിസമാണ് അവിടെ. സൗരങ്ങളെ, അത് ആ രാജ്യത്തിൻ്റെ ശക്തി ആ ദേശത്തെ കൺട്രോൾ ചെയ്യുന്നതാണ്. ഹല്ലേലൂയ. എന്നാൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്ത് സംഭവിക്കും? ദേശത്തിൻ്റെ ശക്തിക്ക് നിന്നെ തൊടാൻ കഴിയത്തില്ല. നിങ്ങൾ പിശാചിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിനകത്താകും. അന്നു മുതൽ നിങ്ങളുടെ കൺട്രോൾ പരിശുദ്ധാത്മാവാകും, നിങ്ങളുടെ നിയന്ത്രണം പരിശുദ്ധാത്മാവാകും. ദൈവശക്തിയാൽ നിങ്ങൾ സൂക്ഷിക്കപ്പെടും. ഹല്ലേലൂയ എന്ന് പറയാവോ? ദൈവശക്തിയാൽ ഞാൻ സൂക്ഷിക്കപ്പെടും. ഉറക്കെ പറ, ദൈവശക്തിയാൽ ഞാൻ സൂക്ഷിക്കപ്പെടും. എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഓരോരുത്തരോടും എനിക്കൊരു ദൂത് പറയാനുണ്ട്. ദൈവശക്തിയാൽ നിങ്ങൾ സൂക്ഷിക്കപ്പെടും. ദൈവശക്തിയാൽ സൂക്ഷിക്കപ്പെടും. ഖാര, ചുളുക്കം, മാലിന്യം ഇവ തൊടാതെ വണ്ണം ദൈവശക്തിയാണ് സൂക്ഷിക്കുന്നത്. കൈയടിച്ചു കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് പറ, ആരാണ് സൂക്ഷിക്കുന്നത്? ദൈവശക്തിയാണ് സൂക്ഷിക്കുന്നത്. ഖറ, ചുളുക്കം മുതലായവ എന്നെ തൊടാതിരിക്കുന്നത് ദൈവശക്തി എന്നെ സൂക്ഷിക്കുന്നതിനാലാണ്. ഇത് നിങ്ങളുടെ അകത്ത് മനസ്സിലായാൽ ഏത് ഖറയുടെ സാഹചര്യം, എൻ്റെ ലൈഫിൽ തകർച്ചയുടെ, തിന്മയുടെ സാഹചര്യം തൊടാൻ വരുമ്പോൾ നിങ്ങൾ പറയും, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ഞാൻ പരിശുദ്ധാത്മാവേ എന്ന് സാധാരണഗതിയിൽ ആ സമയത്ത് പറയാറില്ല. ഞാൻ പറയാറുള്ളത് എനിക്കൊരു കാര്യം അറിയും, അവനെ സ്തുതിക്കാൻ തുടങ്ങിയാൽ ആ ആരാധനയുടെ സാന്നിധ്യം എന്നെ മൂടാൻ തുടങ്ങും. എനിക്ക് കാണാം ഈ സോളിൽ മുഴുവൻ നിറയുന്ന സാന്നിധ്യം.
നിങ്ങൾക്ക് ഇങ്ങനെ ആ സമയത്ത് പാടാൻ കഴിയത്തില്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ ഉള്ളുകൊണ്ട് നോക്കിയിട്ട് ആ കരം ഉയർത്തിയിട്ട് നിന്റെ ശക്തി കൂടാതെ വിശ്വാസത്തിൽ എന്നെ സൂക്ഷിക്കുന്നത്, രക്ഷയിൽ എന്നെ സൂക്ഷിക്കുന്നത് അവിടുത്തെ ശക്തിയാണ്. രക്ഷയിൽ എന്നെ സൂക്ഷിക്കുന്നത് അവിടുത്തെ ശക്തിയാണ്. സൗരങ്ങളെ കൈകൾ അടിച്ച് കർത്താവിനെ ആരാധിച്ചു. എന്നെ കാണുന്ന വീടുകൾക്കകത്ത് ഇരുട്ടിന്റെ ശക്തികൾ മാറുകയാണ്. വ്യഭിചാരത്തിന്റെ താല്പര്യങ്ങൾ. ഞാൻ ഇന്ന് രാവിലെ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുക, ഈ ലോക്ക്ഡൌൺ നിമിത്തം നമ്മൾ ചെയ്തത് ഈ പ്രോഗ്രാമുകൾ ലൈവായി വീടുകളിൽ എത്തിക്കുകയാണ് ചെയ്തത്. പല വീടുകൾക്കകത്തും അവരെ വീട്ടിനകത്ത് കയറിയാൽ മലിനതയുടെ ചിന്തകളും, വീട്ടിനകത്ത് കയറിയാൽ തിന്മയുടെ ആഗ്രഹങ്ങളും, വീട്ടിനകത്ത് കയറിയാൽ വഴക്കും, വീട്ടിനകത്ത് കയറിയാൽ പ്രതിസന്ധികളും, വീട്ടിൽ ഉറങ്ങാൻ കഴിയാത്ത വിധത്തിൽ അവരെ ഭരിക്കുന്ന ശക്തികളുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് എന്നെ ലൈവിൽ കാണുന്ന, അല്ല പിന്നീട് യൂട്യൂബിൽ കാണുന്ന നിങ്ങളുടെ ഭവനത്തിനകത്ത് നിങ്ങളെ സ്വാധീനിക്കുന്ന ശക്തികൾ ഇപ്പോൾ പൊട്ടുകയാണ്, ഇപ്പോൾ പൊട്ടുകയാണ്, ഇപ്പോൾ തകരുകയാണ്, ഇപ്പോൾ മാറുകയാണ്. ഒരു ബോർഡിൽ നിന്ന്, ബ്ലാക്ക് ബോർഡിൽ നിന്ന് ചോക്ക് വെച്ചെഴുതിയ ചിത്രങ്ങൾ, അക്കങ്ങൾ മായ്ക്കുന്നത് പോലെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ചിലതിനെ ദൈവം മായ്ച്ചു കളയുകയാണ്. ദൈവ സാന്നിധ്യം കൊണ്ട് നിറയുന്നു, അഭിഷേകം കൊണ്ട് നിറയുന്നു, ദൈവശക്തി കൊണ്ട് നിറയുന്നു. സകല ഇരുട്ടിന്റെ സ്വാധീനങ്ങളും പൊട്ടുന്നു, ദുർശക്തികൾ പൊട്ടുന്നു. പരിശുദ്ധാത്മാവ് എന്നിൽ വന്നത് എന്നെ വിശുദ്ധിയിൽ നടത്തുവാനാണ്, വിശ്വാസത്തിൽ സൂക്ഷിക്കാനാണ്. ആയിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും കർത്താവ് എന്താണോ ആഗ്രഹിക്കുന്നത് ആ വിധത്തിൽ രക്ഷയുടെ സന്തോഷത്തിൽ നാം ഓരോ ദിവസവും നടത്തപ്പെടുവാൻ, കർത്താവിനാൽ നയിക്കപ്പെടുവാനാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുവാനിടയായിത്തീരുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ബോധ്യത്തിൽ, ദൈവജനത്തിൻ്റെ ബോധ്യത്തിൽ നമുക്ക് ഓരോ ദിവസവും ആയിരിക്കാം, സെൻസിറ്റീവായിരിക്കാം. പരിശുദ്ധാത്മാവ് എന്ത് പറയുന്നു അതിനോടൊപ്പം നമുക്ക് ചലിക്കാം. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അതിനായി സഹായിക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങൾ കാണാം. ഈരാട്ടുപേട്ടയിൽ നിന്നാണ് കടന്നു വരുന്നത്. രാജീവ് മോഹൻ എന്നാണ് തൻ്റെ പേര്. 3-4 മാസങ്ങളായിട്ട് തനിക്ക് കാലിന് മുട്ടിന് ശക്തിയായ വേദനയായിരുന്നു. സിസ്റ്റർ പറയുന്നത് ചട്ടിയായിരുന്നു നടന്നിരുന്നത്, നന്നായിട്ട് നടക്കുവാൻ കഴിയുമായിരുന്നില്ല. താൻ അങ്ങനെ ആയിരിക്കുന്ന സമയത്താണ് നമ്മുടെ TV പ്രോഗ്രാം ശ്രദ്ധിക്കുകയും അങ്ങനെ മീറ്റിങ്ങിനെ കുറിച്ച് അറിയുകയും കഴിഞ്ഞ നവംബർ മാസത്തിലെ മീറ്റിങ്ങിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 3-4 മാസമായിട്ടുണ്ടായിരുന്ന ശക്തിയായ മുട്ടുവേദനയിൽ നിന്ന് കർത്താവ് പരിപൂർണമായി സൗഖ്യമാക്കുവാനിടയായി. ശരിയാണോ സിസ്റ്റർ? ഡോക്ടറെ ഒന്നും കാണിച്ചില്ലായിരുന്നു? ഡോക്ടറെ കാണിച്ചായിരുന്നു, പക്ഷെ മരുന്ന് കഴിച്ചിട്ടൊന്നും കുറയുന്നില്ലായിരുന്നു. ഡോക്ടറെ കാണിച്ച് മരുന്ന് കഴിച്ചിട്ടൊന്നും കുറയാതിരുന്ന ആ ബുദ്ധിമുട്ടിൽ നിന്ന് ഇവിടെ വന്ന് നമ്മുടെ ജോൺ ബുധനെ കൂടെ പ്രാർത്ഥിച്ചപ്പം പൂർണ്ണ സൗഖ്യമായല്ലേ? പ്രോഗ്രാം കണ്ട എൻ്റെ മോക്ക് വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. മാനസിക വൈകല്യമുള്ള കുട്ടി എനിക്കുണ്ട്. അപ്പം ഞാൻ വന്ന് വളരെ വിഷമിച്ച് നടക്കാൻ മേലാതെ കൊച്ചിനെ കൊണ്ട് ഞാനിവിടെ കഴിഞ്ഞ നവംബറിൽ മീറ്റിംഗ് കൂടാൻ വന്നത്. വന്ന് ഞാൻ ഭയങ്കര എനിക്ക് നടക്കാൻ മേലോ എന്ന് വന്ന് ഞാൻ സങ്കടപ്പെട്ടു. അത് എങ്ങനെ പോയെന്ന് എനിക്ക് പോലും അറിയത്തില്ല. സങ്കടപ്പെട്ട് വന്ന, പക്ഷേ ആ വേദന എങ്ങനെയാ പോയെന്ന് ഈ ചേച്ചി പോലും അറിയാത്ത വിധത്തിൽ, അല്ലെങ്കിൽ ചേച്ചിക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ ദൈവം ആ വേദനയെ മാറ്റി തന്നു. നമ്മുടെ ഒരു നല്ല ദൈവമാണ്. ഇന്ന് പകൽക്കാലം നമ്മൾ ഓരോരുത്തരും അങ്ങനെ സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ വന്നത് അനുഗ്രഹമാണ്. ദൈവം കൂടെ ഇരിക്കട്ടെ. ഓക്കെ. ഈ സിസ്റ്ററിൻ്റെ പേര് സ്വപ്ന എന്നാണ്. തൊടുപുഴയിൽ നിന്നാണ് താൻ കടന്നു വരുന്നത്. കഴിഞ്ഞ 4-5 വർഷങ്ങളായി തനിക്ക് വയറിൽ ശക്തിയായി ഇങ്ങനെ വയറ് വീർത്തിരിക്കുന്നത് പോലുള്ളൊരു അവസ്ഥയായിരുന്നു. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലെ അഞ്ചലിൽ നടക്കുന്ന ഡെലിവറൻസ് ക്യാമ്പിൽ ഈ സിസ്റ്റർ കടന്നു വന്നു. ബ്രദർ പറഞ്ഞു നിങ്ങളുടെ വയറിലുള്ള മുഴ മാറിപ്പോകുന്നെന്ന് പറഞ്ഞു. സിസ്റ്റർ പറയുകയാണ് മുഴയുണ്ടെന്ന് സിസ്റ്ററിന് അറിയത്തില്ല. 4-5 വർഷമായിട്ട് വയറിങ്ങനെ വീർത്തിട്ട് വല്ലാത്തൊരവസ്ഥയായിരുന്നു. എന്തോ ഒരു ഭാരം വയറിൽ വെച്ചിരിക്കുന്നത് പോലെയായിരുന്നു. സിസ്റ്റർ വേദന ഇല്ലാത്തത് കൊണ്ട് ഡോക്ടറിനെ കാണിച്ചില്ലെന്നാണ് സിസ്റ്റർ പറയുന്നത്. ഈ 4-5 വർഷമായിട്ട് അത്രയും ആ ഭാരത്തിൽ ഇരുന്ന അവസ്ഥയിൽ നിന്നും കർത്താവ് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ അഞ്ചലിൽ നടക്കുന്ന 2 ദിവസത്തെ ഡെലിവറൻസ് ക്യാമ്പിൽ ഈ സിസ്റ്റർ പങ്കെടുത്തു. ആ സമയത്ത് ബ്രദർ സിസ്റ്ററിനോട് പറഞ്ഞു നിന്റെ വയറ്റിലെ മുഴ ഇപ്പോൾ തന്നെ സൗഖ്യമാകുന്നത് പറഞ്ഞു. പറഞ്ഞ സമയത്ത് തന്നെ 4 വർഷമായിട്ടുണ്ടായിരുന്ന വയറിലുണ്ടായിരുന്ന ഭാരം കർത്താവ് എടുത്തു മാറ്റി. ഇപ്പോൾ നല്ല ആരോഗ്യത്തോടു കൂടെ താനായിരിക്കുന്നതാണ് താൻ സാക്ഷ്യപ്പെടുത്തുന്നത്. ശരിയാണ്. എന്തായിരുന്നു അതുകൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു? വേറെ അസ്വസ്ഥതയൊന്നും ഇല്ലായിരുന്നു.
4-5 വർഷമായിട്ട് വയറിങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് ഒരു 5 മണിക്കൂർ യാത്രയുണ്ട്. ഇങ്ങോട്ട് ഭയങ്കര വിഷമപ്പെട്ടൊക്കെ പോകുന്നത്. ഇതിൻ്റെ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ ഇവിടെ ബ്രദർ പ്രാർത്ഥിച്ച് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ശരീരത്തിന് എന്തോ ഒരു ഭാരം അങ്ങ് മറന്ന പോലെ തോന്നി. പിന്നെ അങ്ങോട്ടൊക്കെ വളരെ നല്ല രീതിയിൽ തിരിച്ചു പോകാൻ പറ്റി. സിസ്റ്ററിനൊക്കെ ഇങ്ങോട്ട് യാത്ര ചെയ്ത് വരാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. തിരിച്ചു പോകുമ്പോൾ പൂർണ്ണ ആശ്വാസത്തോടെ പോകാനായിട്ട് ഇടയായിത്തീർന്നത് സിസ്റ്റർ സാക്ഷ്യപ്പെടുന്നതൊക്കെ. ഗോഡ് ബി വിത്ത് യു. ഈ മോൻ്റെ പേര് ഗിഫ്റ്റി എന്നാണ്. ഇവിടെ ആനിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വരുന്നത്. ഇവർ സ്ഥിരമായിട്ട് നമ്മുടെ മീറ്റിങ്ങിന് വരുന്നതാണ്. ഇപ്പോൾ ഈ മോന് ഏകദേശം ഒരു 2-3 വയസ്സ് മുതൽ ഇപ്പോൾ 12 വയസ്സുണ്ട്. 10 വർഷത്തോളമായിട്ട് ശ്വാസതടസ്സമുണ്ടായിരുന്നു. ശ്വാസതടസ്സം വിമിഷ്ടമാണ്. അത് എന്തെങ്കിലും രോഗം കൂടെ വരികയും അതിൻ്റെ കൂടി പ്രയാസം കാണപ്പെടുകയും ചെയ്തു. പല മരുന്നുകൾ ഉപയോഗിച്ചു. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ സ്കൂളിൽ പോയപ്പോൾ പെട്ടെന്ന് കിടക്കാനൊക്കെ ഉള്ള അങ്ങനെയുള്ള ഒത്തിരി ബുദ്ധിമുട്ടുകൾ പഠന സമയത്തും ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ തിരുവല്ലയിൽ ഏപ്രിൽ മാസം മീറ്റിംഗ് തിരുവല്ല ചർച്ചിൽ വന്ന് നമ്മുടെ മീറ്റിങ്ങിൽ വന്ന് പ്രാർത്ഥിച്ചു. ജോൺ ബ്രദർ തൊട്ടു. അന്നേരം തന്നെ 10 വർഷത്തോളം ഉണ്ടായ വിമിഷ്ടം ശരീരത്തിന് പൂർണ്ണമായിട്ട് വിട്ടുമാറി. ശരിയാണോ ബ്രദറെ? അതെ. 10 വർഷമായിട്ട് എന്തായിരുന്നു അങ്ങനെ ഉണ്ടായ കാരണം? മോനെ പിന്നെ എന്ത് അസുഖം ഉണ്ടാവുന്നോ ആ കൂട്ടത്തിൽ തന്നെ അവന് ശ്വാസം മുട്ടലുണ്ടാവും. അത് വല്ലാത്ത ഒരു അവസ്ഥയിലായിരിക്കും മോന്. അതിങ്ങനെ വന്നപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഞങ്ങളിവിടെ മീറ്റിങ്ങിന് പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ എനിക്ക് അത്ഭുത സൗഖ്യം ഉണ്ടായി. എനിക്ക് 7.5 മാസത്തോളം ഞാൻ ബെഡ് റെസ്റ്റായിരുന്നു. അങ്ങനെ എണീറ്റ് നടുവയ്യാതെ കിടന്നിരുന്നു. അവിടുന്ന് ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അവിടുന്ന് ഓടി വന്ന് സ്റ്റേജിൽ കയറി. ഈ ബ്രദറും അങ്ങനെ ബെഡ് റിഡനായിരുന്നു. ഈ ബ്രദറിന് ദൈവം നേരത്തെ സൗഖ്യം കൊടുത്തതാ. ഓക്കെ. വിശ്വാസത്തിലാണ് മോനെ കൊണ്ട് ഞങ്ങൾ ഫാമിലിയായിട്ട് പ്രാർത്ഥിക്കാൻ വന്നത്. ആ ദൈവം അത്ഭുതകരമായിട്ട് അവനും വിടുതൽ കൊടുത്തു. ആ വിശ്വാസത്തെ ദൈവം മാനിച്ചു. ആ വിശ്വാസത്തോടെ വന്നു. മോനിപ്പോൾ ശ്വാസം മുട്ടലില്ലേ? ഇല്ല. നേരത്തെ അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? സ്കൂളിലൊക്കെ പോകാൻ തടസ്സമായിരുന്നോ? ഓക്കെ. ദൈവം അനുഗ്രഹിച്ചിട്ട് ദൈവം കൂടെ ഇരിക്കുമ്പോൾ. ഈ സിസ്റ്റർ പേര് ശാരദ സുരേന്ദ്രൻ എന്നാണ്. അരിപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വരുന്നു. കഴിഞ്ഞ മെയ് മാസം വീട്ടിൽ ബാത്റൂമിൽ പെട്ടെന്ന് വീണ് തുടയിൽ പൊട്ടുവാനിടയായി. തുടയിൽ പൊട്ടിയിട്ട് അതിശക്തമായ വേദനയായിരുന്നു. അപ്പം അമ്മ പറഞ്ഞത് തുടയിൽ ആ എല്ല് അവിടെ കുത്തുന്നത് നന്നായിട്ട് അറിയാമായിരുന്നു പൊട്ടിയിട്ട്. പക്ഷേ ഹോസ്പിറ്റലിൽ പോയില്ല, എക്സ്റേ എടുത്തില്ല, പേടി കൊണ്ടായിരിക്കാം അവർ പോയില്ല. പക്ഷേ വിശ്വാസത്തോടെ പിറ്റത്തെ ദിവസം സൂര്യ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തൊട്ട് പ്രാർത്ഥിച്ചു. അന്നേരം തന്നെ പൊട്ടിയ തുടയെല്ല് പഴയതുപോലെയായി, വേദനയും പൂർണ്ണമായിട്ട് മാറി. ശരിയാണോ അമ്മേ? ശരിയാ. പൊട്ടിയെന്ന് നമുക്ക് അറിയാമായിരുന്നോ? എല്ല് കുത്തിക്കൊള്ളുന്നുണ്ടായിരുന്നു. ഇവിടെ എല്ല് കുത്തിക്കൊള്ളുന്നുണ്ടായിരുന്നു. എല്ല് കുത്തിക്കൊള്ളുന്നുണ്ടായിരുന്നു. എല്ല് പൊട്ടി മാറിയിരുന്നത് അല്ലേ? ശരിയാണോ അങ്ങനെ? അറിയാം, നല്ലതായിട്ട് അറിയായിരുന്നു. എന്നിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോയത്? എനിക്ക് മടിയായിരുന്നു. ആ ഓക്കെ. അപ്പോൾ ഭയങ്കര വേദനയായിരുന്നു. എക്സ്റേ എടുക്കുന്ന പേടിയായിരുന്നോണ്ട് അമ്മ ഹോസ്പിറ്റലിൽ പോയില്ല. പക്ഷേ സൂര്യ TV കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അന്നേരം എന്തെങ്കിലും അനുഭവം ഉണ്ടായോ അമ്മയ്ക്ക്? നടക്കാൻ നല്ലതായിട്ട് അന്നേരം എന്തെങ്കിലും പ്രത്യേക അനുഭവം വേറെ ഉണ്ടായോ? മാറുന്ന എനിക്കറിയാം. മാറുന്നതായിട്ട് അമ്മയ്ക്ക് മനസ്സിലായി. അമ്മയ്ക്ക് മനസ്സിലായി. അമ്മ അന്നേരം തന്നെ സൗഖ്യമായി എന്നാണ് അമ്മ സാക്ഷ്യപ്പെടുന്നത്. ആ നല്ല ദൈവത്തിന് ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്തേ. ഓക്കെ ഓക്കെ അമ്മേ. ഗോഡ് ബ്ലെസ് യു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നപ്പാ. അവിടുത്തെ നന്മകൾ കൊണ്ട് നിറച്ചാട്ടെ. അവിടുത്തെ കൃപയിൽ അവിടുന്ന് സൂക്ഷിച്ചാട്ടെ അപ്പാ. കർത്താവേ, രോഗികളായിരിക്കുന്നവരെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, രോഗികളായിരിക്കുന്നവർ സൗഖ്യമാവട്ടെ അപ്പാ. സൗഖ്യദായകനായ കർത്താവേ, അങ്ങയുടെ അടുക്കലാണ് ഞങ്ങളായിരിക്കുന്നത്. കർത്താവെ, മരുന്നിനാലും ലേപനത്താലും കർത്താവെ കഴിയാത്തത് എൻ്റെ ദൈവത്താൽ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന അപ്പാ. അവിടുത്തെ സൗഖ്യം ഓരോ വ്യക്തികളും അനുഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, ശരീരത്തിൽ തളർച്ച അനുഭവിക്കുന്ന വ്യക്തി അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രഷർ വേരിയേഷൻ എപ്പോഴുമുള്ള ആ വ്യക്തി അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാവട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാവട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. കർത്താവെ, കാലുകൾ വിണ്ടുകീറുന്ന പ്രയാസത്തോടായിരിക്കുന്ന ആ വ്യക്തി അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാവട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാവട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. കർത്താവെ, എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സാമ്പത്തികമായി തകർച്ച അനുഭവിക്കുന്നവരെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാവട്ടെ. കർത്താവെ, അവരുടെ ജീവിതത്തിൽ പുതിയ വഴികളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നാളെ ഇനി കാണുവരെയും കർത്താവ് നമ്മൾ ഓരോരുത്തരെയും അവൻ്റെ കൃപയിൽ സൂക്ഷിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.